നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടിംഗ് മെഷീനുകൾ കനത്ത പോലീസ് സുരക്ഷയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെണ്ണലിന്റെ തത്സമയ വാർത്തകൾ രാവിലെ 8 മണി മുതൽ CCTV. പുന്നയൂർ പഞ്ചായത്ത് മുൻ വനിതാ മെമ്പർക്ക് നേരെയും CPM പ്രവർത്തകരുടെ വീടിന് നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. സംഭവത്തിൽ 2 UDF പ്രവർത്തകർ അറസ്റ്റിൽ. നോർത്ത് പുന്നയൂർ പുളിക്കപ്പറമ്പിൽ അസീസ്, അത്താണിക്കൽ അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയൽ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ നടക്കുക ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ. സതീർത്ഥിനെ അവിൽപൊതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ തുടങ്ങി. വിശദമായ വാർത്തയിലേക്ക്. നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ. ജനവിധി നാളെ അറിയാം. ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണിയും തിരിച്ചുവരവിന് കളമൊരുങ്ങുമെന്ന കരുതലിൽ UDFും കരുത്ത് കാണിക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ BJPയും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലിൽ ആരു വാഴുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ഇനി ബാക്കി. 941 പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ആരംഭിക്കും. വോട്ടെണ്ണലിനായി സംസ്ഥാനത്താകെ 244 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഫലം വരും. ജില്ലാ പഞ്ചായത്തുകളിലേതടക്കം ഉച്ചയ്ക്ക് 2 മണിയോടെ പൂർണ്ണഫലം അറിയാനാകും. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 21-നായിരിക്കും. വീറും വാശിയും നിറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളും പൂർത്തിയായതോടെ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 73.69% പോളിംഗാണ്. 2020-ൽ 75.95% പോളിംഗ്. അന്തിമ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വന്നേക്കാം. വ്യാഴാഴ്ച നടന്ന 2ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 76.08% വടക്കൻ ജില്ലകളിലെ പോളിംഗ്. 2ാം ഘട്ടത്തിൽ കൂടുതൽ വയനാട് ജില്ലയിലാണ്. 78.03%. കുറവ് തൃശൂരും. 72.48% ജില്ലയിലെ പോളിംഗ്. വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ശുഭപ്രതീക്ഷയോടെ ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. പുന്നയൂർ പഞ്ചായത്ത് മുൻ വനിതാ മെമ്പർക്ക് നേരെയും CPM പ്രവർത്തകരുടെ വീടിനു നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. സംഭവത്തിൽ UDF പ്രവർത്തകരായ നോർത്ത് പുന്നയൂർ പുളിക്കപ്പറമ്പിൽ അസീസ്, അത്താണിക്കൽ അഷ്റഫ് എന്നിവരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന വടക്കേ പുന്നയൂർ സെലീന നാസറിന് നേരെയാണ് ഗുണ്ടെറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് അവലോകന കൂടിക്കാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് ഇരുചക്രവാഹനത്തിൽ പോകുമ്പോൾ വടക്കേ പുന്നയൂർ സെന്ററിൽ വെച്ചായിരുന്നു ഇതാ വരുന്നു എന്ന് ആക്രോശിച്ച് ഗുണ്ടെറിഞ്ഞത്. ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സെലീന നാസർ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയുമായിട്ട് അവലോകനം കഴിഞ്ഞിട്ട് അബുക്കയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരികയായിരുന്നു. സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വടക്കേ പുന്നയൂർ സെൻറ്ററിൽ എത്തിയപ്പോഴാണ് ശബ്ദം കേട്ടത് തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാനാകെ ഒന്ന് ഷോക്കായിപ്പോയി. അതിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോഴേക്കും വാർഡിലെ ഒരു അസി എന്ന് പറയുന്ന ആളെ വണ്ടി വന്ന് വീണൊന്നുമില്ല. ഭാഗ്യത്തിന് തിരിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് കണ്ടത്. ജമാലിക്കാനെ കണ്ടു. പിന്നെ അഷ്റഫ് കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് എന്നെ ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ഗുണ്ട് പൊട്ടിച്ചിട്ടത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം അതിന് മുമ്പ് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതാ വരുന്നുണ്ട് എന്നുള്ള ശബ്ദം. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ഇതായിപ്പോയി.
പിന്നീട് CPM പ്രവർത്തകരായ C. അബുവിന്റെയും ഇബ്രാഹിം ബാബുവിന്റെയും ഷെഫീഖിന്റെയും വീടുകൾക്ക് നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതിയിൽ പറയുന്നുണ്ട്. വാർഡ് സെക്രട്ടറിയായ മാമദു, MT മുഹമ്മദ് അലി, സെലീന നാസർ, ബ്രാഞ്ച് സെക്രട്ടറി അനിൽ, സ്ഥാനാർത്ഥി അശോകൻ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും കൂടിയിരിക്കുന്ന വിവരമറിഞ്ഞ് ഇവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് C. അബുവിന്റെ വസതിയിലേക്ക് ഗുണ്ടെറിഞ്ഞത്. ഇബ്രാഹിം ബാബുവിന്റെ കണ്ണിന് താഴെ പരിക്കേറ്റ് ചികിത്സ തേടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോള് വന്നത്. 2-3 വീടുകളിലേക്ക്, അതായത് അബുക്കാടെ വീട്ടിലും അതുപോലെ തന്നെ ഇബ്രാഹിം ബാബു എന്ന് പറയുന്ന ബാബുക്കാടെ വീട്ടിലും ഷെഫീഖ് എന്ന് പറയുന്ന വീട്ടിലും ഇതുപോലെ അവർ ഗുണ്ട് പൊട്ടിച്ചു. അപ്പോൾ ബാബുക്കാനെ കണ്ടപ്പോൾ പോലും അവർ അത് പൊട്ടിക്കാതെ പോവാനല്ല ശ്രമിച്ചത്, മൂപ്പരാളുടെ മേൽക്ക് എടുത്ത് എറിഞ്ഞ്. പക്ഷേ ഭാഗ്യവശാൽ കണ്ണിൻ്റെ അവിടേക്ക് ഒരു കല്ല് തെറിച്ചിട്ട് ഗുരുതരമായൊരു പരിക്കുണ്ട്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ആൾക്കൂട്ടം അനുവദിക്കില്ല. പൊതുജനങ്ങൾക്കും വാഹനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡിൽ പടക്കം പൊട്ടിക്കാൻ അനുവദിക്കില്ല. വൈകിട്ട് 6-ന് മുമ്പായി ആഹ്ലാദ പ്രകടനം അവസാനിപ്പിക്കണം. പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ചാവക്കാട് SHO VV വിമൽ അറിയിച്ചു. ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണൻ, ചാവക്കാട് SHO എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മേഖലയിൽ ക്രമസമാധാന പാലനത്തിനായി വിന്യസിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക പട്രോളിംഗ് ടീമിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി 15 വാഹനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മേഖലയിൽ ക്യാമറ നിരീക്ഷണവുമായി മഫ്തി പോലീസും പ്രവർത്തിക്കും. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് SHO VV വിമൽ അറിയിച്ചു. 1/4 നൂറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF. വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയതിനാൽ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. ചരിത്ര മുന്നേറ്റത്തിലൂടെ സീറ്റുകളുടെ എണ്ണം കൂട്ടാനൊരുങ്ങി NDA. വോട്ടുകൾ അകത്തായപ്പോൾ പുറത്ത് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. 3 വാർഡുകൾ വർദ്ധിച്ച് 46 ആയപ്പോൾ 24 സീറ്റിലധികം നേടുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ ആദ്യം കളത്തിലിറക്കാനായതും അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളുമില്ലാതെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായതും വിജയസാധ്യതയായി UDF വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കഴിഞ്ഞെന്നും നേരത്തെ കൗൺസിലർമാരായിരുന്ന 12 പേരെ മത്സരിപ്പിക്കാനായതും വിജയപ്രതീക്ഷ കൂട്ടുന്നു. LDF കൗൺസിലർമാരായിരുന്ന 2 പേരെ UDF സ്ഥാനാർത്ഥികളായി കിട്ടിയതും നേട്ടമായാണ് നേതൃത്വം നോക്കിക്കാണുന്നത്. എന്നാൽ 28 സീറ്റുകളുണ്ടായിരുന്നത് ഇത്തവണ വർദ്ധിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ദീർഘകാലമായി ഗുരുവായൂർ നിവാസികൾ ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ മേൽപ്പാലവും അഴുക്കുചാൽ പദ്ധതിയുമായിരുന്നു LDF പ്രചാരണ ആയുധമാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായതുമാണ് LDFന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിളക്കമേകുന്നത്. മുൻ കൗൺസിലർമാരായിരുന്ന 11 പേരെയാണ് LDF ഇത്തവണ മത്സരരംഗത്തിറക്കിയത്. UDF കൗൺസിലറായിരുന്ന AT ഹംസ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായത് നേട്ടമായാണ് നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2 സീറ്റ് ഇത്തവണ 5 ഉയരുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി ഭരണ നേട്ടങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനായതും ഇവരുടെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. 4 വാർഡുകളിൽ മത്സരിച്ച ആം ആദ്മിയും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്നുണ്ട്. 4 വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയും 1 വാർഡിൽ SDPIയും മത്സരരംഗത്തുണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭയിലെ 39 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകളും കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഇന്നലെ പോളിംഗ് അവസാനിച്ച ശേഷം രാത്രി 7 മണിയോടെ കുന്നംകുളം മേഖലയിലെ എല്ലാ ബൂത്തുകളിലെയും പോളിംഗ് പര്യവസാനിച്ചു. 9 മണിക്ക് 39 ബൂത്തുകളിലെയും വോട്ടിംഗ് മെഷീനുകൾ ടൗൺ ഹാളിലെത്തി. 1 മുതൽ 20 വരെയുള്ള ബൂത്തുകളിലെ മെഷീനുകളും 21 മുതൽ 39 വരെയുള്ള ബൂത്തുകളിലെ മെഷീനുകളുമാണ് ഇരുമുറികളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. പോലീസിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് സ്ട്രോങ് റൂമുകൾ. നാളെയാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം. അതുവരെ പോലീസിന്റെ കാവലിലാണ് സ്ട്രോങ് റൂം പരിസരവും. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. ചാവക്കാട് നഗരസഭയിൽ നിലവിലെ സീറ്റിൽ വർധന ഉണ്ടാകുമെന്ന് LDFും ഭരണം പിടിക്കുമെന്ന് UDFും ഉറപ്പിക്കുമ്പോൾ താമര വിരിയിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. ഇക്കുറി ചില വാർഡുകളിൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് ഇരുമുന്നണികളും BJPയും പ്രതീക്ഷിക്കുന്നു. ഗുരുവായൂർ മണ്ഡലത്തിൽ LDF വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ് പറഞ്ഞു.
കഴിഞ്ഞ 2020 വിജയിച്ച ഉരുമനയൂർ, പുന്നയൂർ, പുന്നയൂർക്കുളം പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ തന്നെ നിലനിർത്തുകയും ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളിലും LDFൻ്റെ ഭരണം തന്നെ നിലനിർത്താൻ കഴിയും. ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 2 പതിറ്റാണ്ടായി നഷ്ടപ്പെട്ട ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV സത്താർ പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് 20 വർഷത്തെ CPMൻ്റെ LDFൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെയുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ്. വിശ്വാസ പ്രമാണങ്ങളെ തകർത്ത്, ചാവക്കാട് നഗരസഭയെ തകർത്ത്, ചാവക്കാടിൻ്റെ വികസന സ്വപ്നങ്ങളെ തകർത്ത ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചാവക്കാട് അവസാനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത്. സംഘടനാപരമായി ഇത്തവണ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചെന്നും അതുകൊണ്ടുതന്നെ ഇത്തവണ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്നും സത്താർ കൂട്ടിച്ചേർത്തു. ചാവക്കാട് നഗരസഭയിൽ ഇത്തവണ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനിപ്പുള്ളി പറഞ്ഞു. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ വളരെ ശക്തിയേറിയ മത്സരമാണ് BJP കാഴ്ചവെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 9 വാർഡുകളിലെ BJPയുമായിട്ട് നേരിട്ടുള്ള മത്സരമാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റി നടന്നിട്ടുള്ളത്. അതിൽ എന്ത് തന്നെയായാലും ശരി, കുറച്ച് കാലങ്ങളായിട്ട് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ലാത്തതാണ്. ഈ ടൈമിൽ എന്ത് തന്നെയായാലും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ പ്രാതിനിധ്യം എന്തായാലും ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാർട്ടി സജീവമായിട്ട് ചെയ്തിട്ടുണ്ട്. നഗരസഭയിലേക്കുള്ള വോട്ടെണ്ണുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും BJPയും. ചാവക്കാട് നഗരസഭയിലെ 33 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. പോളിംഗ് അവസാനിച്ച ശേഷം ഇന്നലെ രാത്രിയാണ് 33 പോളിംഗ് കേന്ദ്രങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചത്. 1 മുതൽ 16 ബൂത്തുകളിലെ മെഷീനുകളും 17 മുതൽ 33 വരെ ബൂത്തുകളിലെ മെഷീനുകളുമാണ് 2 റൂമുകളിലാക്കി ഭദ്രമാക്കിയത്. പോലീസിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് സ്ട്രോങ് റൂമുകൾ. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ, ചാവക്കാട് SHO VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു SIയും ASIയും സീനിയർ CPOയും ഉൾപ്പെടെ തോക്കേന്തിയ സായുധ പോലീസിനെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക. അതുവരെ ജനാധിപത്യത്തിന്റെ കാവലായി സ്ട്രോങ് റൂമുകൾ പോലീസ് വലയത്തിലാണ്. ഗുരുവായൂരിൽ വോട്ടെണ്ണലും ആഹ്ലാദ പ്രകടനങ്ങളും നടക്കുന്നതിനാൽ ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ഔട്ടർ റിംഗ് റോഡിൽ 1 വേ ഏർപ്പെടുത്തിയതായി ടെമ്പിൾ പോലീസ് അറിയിച്ചു. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും 1 വേ ബാധകമായിരിക്കും. വോട്ടെണ്ണൽ ദിനത്തിലെ ഓരോ സ്പന്ദനവും CCTVയിലൂടെ അറിയാം. മേഖലയിലെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുമായി നാളെ രാവിലെ 8 മണി മുതൽ CCTVയിൽ ഇടവേളകളില്ലാതെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലൂടെ ഫലപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ അനുനിമിഷം പ്രേക്ഷകർക്ക് അറിയാനാകും. കുന്നംകുളം നഗരസഭയിലെ വോട്ടെണ്ണുന്ന ടൗൺ ഹാൾ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 8 പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളിലെ വോട്ടെണ്ണുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ, ഗുരുവായൂർ നഗരസഭയുടെ വോട്ടെണ്ണുന്ന ടൗൺ ഹാൾ എന്നിവിടങ്ങളിൽ നിന്നും മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങൾ നൽകും. പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന CCTVയിലൂടെ അനുഭവ പരിചയരായ മാധ്യമ പ്രവർത്തകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നാട്ടുവിധി പൂർണ്ണമിഴിയോടെ പ്രേക്ഷകർക്ക് കാണാനാകും. CCTVയിലൂടെ യൂട്യൂബിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടാകും. മറ്റു വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി 6 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. കേസിലെ 1-ാം പ്രതി പൾസർ സുനി അടക്കം 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ. പൾസർ സുനി വിവിധ കേസുകളിലായി 3 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും ശിക്ഷാവിധിയിലുണ്ട്. 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ 20 വർഷം കഠിന തടവിന് പുറമെ 75,000 രൂപ പിഴയൊടുക്കണം. വിവിധ കുറ്റങ്ങളിലായി പ്രതികൾക്ക് വിധിച്ചിരിക്കുന്ന പിഴയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് ഹണി M വർഗീസാണ് വിധി പ്രസ്താവം നടത്തിയത്. തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് വിധി എന്നും സമൂഹത്തിൽ നടന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ല എന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചതെന്നും ജഡ്ജ് വ്യക്തമാക്കിയിട്ടുണ്ട്. 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്.
റിമാൻഡ് കാലാവധി കഴിഞ്ഞുള്ള കാലയളവ് മാത്രം പ്രതികൾ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിലുണ്ട്. ഇതുപ്രകാരം ഒന്നാം പ്രതി പൾസർ സുനി ഇനി 12.5 വർഷം ജയിലിൽ കിടന്നാൽ മതി. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി 15 വർഷം ശിക്ഷ അനുഭവിക്കണം. മൂന്നാം പ്രതി ബി മണികണ്ഠൻ 15.5 വർഷവും 4-ാം പ്രതി VP വിജീഷ് 15 വർഷം, 5-ാം പ്രതി H സലീം 18.5 വർഷം, 6-ാം പ്രതി പ്രദീപ് 17 വർഷം എന്നിങ്ങനെയാണ് മറ്റ് പ്രതികൾ അനുഭവിക്കേണ്ട ശിക്ഷാ കാലയളവ്. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്തു. പക്ഷേ ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8-ാം പ്രതി വിട്ടുപോകാനുള്ള കാരണം എന്താണ്? 8-ാം പ്രതി വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. ഡിസംബർ 31, 2026 ജനുവരി 1-2 തീയതികളിലായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കലാലയങ്ങളിൽ നിന്നുള്ള കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കലാലയങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ അണിനിരക്കുന്ന മീറ്റിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സെമിനാർ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് MB ഫൈസൽ, സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, സർവകലാശാല ഡയറക്ടർ ഡോക്ടർ KP മനോജ്, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ കായികാധ്യാപകൻ ഹനീഫ മാസ്റ്റർ, കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ PM ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ, അത്ലറ്റിക് അസോസിയേഷൻ ഭാരവാഹികൾ, ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. അത്ലറ്റിക് മീറ്റിന്റെ വിജയത്തിനായി AC മൊയ്തീൻ MLA ചെയർമാനും ഡോക്ടർ CL ജോഷി ജനറൽ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സതീർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപ്പൊതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയ്ക്കായാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആഘോഷിക്കുന്നത്. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ ആരംഭിച്ചു. ടിക്കറ്റുകൾ ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലൂടെയും ചൊവ്വാഴ്ച വരെ ബുക്ക് ചെയ്യാം. അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രം കൗണ്ടറിൽ വെച്ച് വിതരണം ചെയ്യും. 25 രൂപയാണ് നിരക്ക്. ഒരു ഭക്തന് പരമാവധി 100 രൂപയുടെ അവിൽ നിവേദ്യം ഷീട്ടാക്കാം. നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയാൽ കുഴച്ച അവിൽ പന്തീരടി പൂജയ്ക്കും അത്താഴപൂജയ്ക്കും ഗുരുവായൂരപ്പന് നേദിക്കും. കൂടാതെ അവിൽ, പഴം, ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കാനും സൗകര്യമുണ്ടാകും. കുചേല ദിനത്തോടനുബന്ധിച്ച് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഥകളി പദ സംഗീതാർച്ചന നടത്തും. വൈകിട്ട് 6:20 മുതൽ ഭക്തി പ്രഭാഷണവും 7:30 ചലച്ചിത്ര സീരിയൽ താരം ദേവി ചന്ദനയുടെ നൃത്താർച്ചനയും രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേല നൃത്തം കഥകളിയും ഉണ്ടാകും. ചാവക്കാട് നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ഒരുക്കിയ ഹരിത ബൂത്ത് ശ്രദ്ധേയമായി. MRRM സ്കൂളിലാണ് സമ്മതിദായകർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഹരിതകർമ്മസേന ഹരിത ബൂത്ത് നിർമ്മിച്ചത്. ഓലകളും മരക്കമ്പുകളും ഉപയോഗിച്ച് അലങ്കാരങ്ങളും ബെഞ്ചുകൾ, മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഓലക്കുട്ടകൾ എന്നിവയും ഒരുക്കിയിരുന്നു. വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് കുടിവെള്ളവും മനോഹരമായ സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു. വിശ്രമത്തോടൊപ്പം മാലിന്യമുക്തമായ പോളിംഗ് ബൂത്ത് എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിത ബൂത്ത് ഒരുക്കിയത്. ഗുരുവായൂർ നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവ മാലിന്യം ഇനി നഗരത്തിന് നറുമണം ചൊരിയും. ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമാർന്ന മാർഗത്തിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വീണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഇത്തവണ ഗുരുവായൂർ നഗരസഭയുടെ 46 വാർഡുകളിലെ 70 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിക്കാനായി പിനാക്കുലം നിറച്ച ചെടിച്ചട്ടി കരുതിയിരുന്നു.
അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിരുന്നു. ചെടിച്ചട്ടിയിൽ ശേഖരിച്ച മാലിന്യത്തിനു മുകളിൽ മണ്ണ് നിറച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി ഈ പൂച്ചെടികൾ സ്ഥാപിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഹർഷിദ് പറഞ്ഞു. മുതിർന്ന വോട്ടർമാർക്കും അവരുടെ വോട്ടിംഗ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരു മരം തന്നെ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ മരത്തൈ വിതരണവും അതോടൊപ്പം തന്നെ നമ്മളുടെ അവിടെ ഉണ്ടാകുന്ന, അതായത് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ചെടിച്ചട്ടികളിൽ ഇനോക്കുലം നിറച്ച ചെടിച്ചട്ടികളിലേക്ക് ഇടുകയും അതിനുശേഷം ഈ മാലിന്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് ബാക്കി ഇനോക്കുലവും മണ്ണും കൂടി ചേർത്തിട്ട് അതിനെ തൈയാക്കി മാറ്റി തൈ നട്ട് ഒരു നഗര സൗന്ദര്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. നഗരസഭാ ഓഫീസിന് മുന്നിലെ AKG സ്മാരക മന്ദിരത്തിനു മുന്നിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാതൃക ഹരിത പോളിംഗ് ബൂത്തും ഒരുക്കിയിരുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള വസ്തുക്കളും ഇല്ലാത്തവയുമാണ് ഇവിടുത്തെ വോട്ടിംഗ് യന്ത്രത്തിൽ ചിഹ്നങ്ങൾക്ക് പകരം കൊടുത്തിരുന്നത്. ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ചിഹ്നങ്ങളുടെ നേരെയുള്ള ബട്ടണിൽ അമർത്തിയാൽ പച്ച തെളിയും. പാടില്ലാത്ത ചിഹ്നങ്ങൾ തൊട്ടാൽ ചുവപ്പ് ലൈറ്റും തെളിയും. പുനരുപയോഗിക്കാവുന്ന തുണി, കയർ എന്നിവയാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഹരിതചട്ടം പാലിക്കാനായി ഓലകളും മറ്റിലകളും ഉപയോഗിക്കുന്നത് മാലിന്യത്തിന്റെ തോത് വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരം ബൂത്ത് നിർമ്മിച്ചതെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. ജൈവ തെരഞ്ഞെടുപ്പായി തന്നെ മാറ്റിയിട്ടുണ്ട്, ഹരിത തെരഞ്ഞെടുപ്പായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ബൂത്ത്. തികച്ചും പുനരുപയോഗയോഗ്യമായ വസ്തുക്കൾ കൊണ്ട് മാത്രം ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. തുണി, മറ്റ് സാധനങ്ങളെല്ലാം ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലാതെ പ്രകൃതിയിൽ ശരിക്കും ഹരിത ബൂത്ത് എന്ന് പറഞ്ഞ് പനയോലയും ഓലയും കുരുത്തോലയും ഒക്കെ കൊണ്ട് നിർമ്മിച്ച് അതിനെ ഒരു വേസ്റ്റ് ആക്കുന്ന മാറ്റുന്നതല്ല ഹരിതചട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ പുനരുപയോഗയോഗ്യമായ സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹരിതചട്ടം. അതുപോലെ ഞങ്ങൾ നൂതനമായ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നഗരത്തിന്റെ മാലിന്യത്തൊട്ടിയായിരുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ നേട്ടമാണ് കൊയ്തത്. നാരായണിക ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയവർക്ക് ബഹറിനിലെ ഗുരുവായൂരപ്പ ഭക്തരുടെ വകയായി പാൽപായസം നൽകി. 101 ലിറ്റർ പായസമാണ് പടിഞ്ഞാറേ നടയിൽ വിതരണം ചെയ്തത്. ബീന ഗുരുവായൂർ, തങ്കം പരമേശ്വരൻ, V രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 16-ന് വിജയ് ദിവസ് ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിഴക്കേ നടയിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിൽ രാവിലെ 10-ന് പുഷ്പാർച്ചനയോടെ ആരംഭിക്കും. ലഫ്റ്റനന്റ് കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതിയിൽ നിന്നും യുദ്ധസേവാ മെഡൽ കരസ്ഥമാക്കിയ ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. സൈന്യത്തിൽ പ്രത്യേക സേവനം അനുഷ്ഠിച്ച സർജന്റ് M മനോജ്, ഹവിൽദാർ E രവീന്ദ്രനാഥൻ, സർജന്റ് K ജയകൃഷ്ണൻ എന്നിവരെ ആദരിക്കും. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ NCC കേഡറ്റുകളുടെ പരേഡും ഉണ്ടാകും. ഭാരവാഹികളായ KK വേലായുധൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, ഡോക്ടർ KB പ്രഭാകരൻ, AK ശിവാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആർത്താറ്റ് അരമനയ്ക്ക് സമീപത്തു നിന്നും 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ അരമനയ്ക്ക് സമീപത്തുള്ള റോഡിലാണ് മലമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി വനപാലകർക്ക് കൈമാറി. ആരെങ്കിലും വിളിച്ചോ? ഫോറസ്റ്റിക്ക് വിളിക്ക്, ഗൂഗിളിലുണ്ടാവും നമ്പർ. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പ്രദർശനം.
യുവ ഡ്രമ്മറായ മലയാളി രൂപകൽപ്പന ചെയ്ത മാനി മാക് താളാത്മക പദ്ധതി ആഗോളതലത്തിൽ ശ്രദ്ധേയമാകുന്നു. UK-യിലെ ലോട്ടണിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ ഡ്രമ്മറും പ്രമുഖ പെർക്കുഷനിസ്റ്റുമായ അഭിജിത്ത് പൊന്നരാശ്ശേരി രൂപകൽപ്പന ചെയ്ത താളാത്മക പദ്ധതിയായ മാനി മാക്കാണ് ആഗോള സംഗീത സമൂഹത്തിൽ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പെർക്കുഷൻ പാരമ്പര്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി ഒരുക്കിയ മാനിമാക് താളാത്മക പദ്ധതി കൗതുകവും വിമർശനാത്മകവുമായ ചർച്ചകൾക്കാണ് വേദിയൊരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ചെണ്ട, പശ്ചിമാഫ്രിക്കയിൽ നിന്നുള്ള ജെംബെ, ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ദർബുക, മിഡിൽ ആഫ്രോ ക്യൂബനിൽ നിന്നുള്ള ടിംബാൽസ്, ക്യൂബയിൽ നിന്നുള്ള മോഡേൺ ഡ്രം കിറ്റ് ആൻഡ് റിതം പാഡുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന സംഗീതമാണ് പുതുതായി പുറത്തിറക്കിയ പ്രീ ഇൻട്രോ വീഡിയോയിൽ അഭിജിത്ത് പങ്കുവച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ താള പരിശീലനത്തിൽ വേരൂന്നിയതും ആധുനിക ഡ്രമ്മിങ്ങും DJ പരിശീലനവും കൊണ്ട് രൂപപ്പെട്ടതുമായ അഭിജിത്തിന്റെ സംഗീതയാത്രയിൽ പിറവിയെടുത്ത മിനിമാക് സംസ്കാരങ്ങൾ എങ്ങനെ കൂട്ടിമുട്ടുന്നു, ലയിക്കുന്നു, താളത്തിലൂടെ സ്വയം പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ്. മാനിമാക് താളാത്മക പദ്ധതി ഒരു പ്രധാന ആഗോള പ്ലാറ്റ്ഫോമായി മാറിയാലും ഇല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാപരമായ അന്വേഷണമായി തുടരുകയാണെങ്കിലും അഭിജിത്തിന്റെ സംഗീതയാത്ര UK-യുടെ ബഹുസാംസ്കാരിക സംഗീത ഭൂപ്രകൃതിക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ BSc പൂർത്തിയാക്കുകയും പിന്നീട് UK-യിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ഹാറ്റ്ഫീൽഡിലെ ഹെഡ്ഫോർഡ്ഷെയർ സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിൽ MSc നേടുകയും ചെയ്തിട്ടുണ്ട് ഈ യുവ കലാകാരൻ. ചൂണ്ടൽ തായങ്കാവ് പൊന്നരാശ്ശേരി സുഗതൻ സിന്ധു ദമ്പതികളുടെ മകനാണ് അഭിജിത്ത്. സുന്നി ബാലവേദി വടക്കേക്കാട് റേഞ്ച് സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി നടത്തി. സുന്നി ബാലവേദി ചെയർമാൻ ഷാക്കിർ ഫൈസി, കൺവീനർ സാദിഖ് അൻവരി എന്നിവർ നേതൃത്വം നൽകി. റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി അറക്കൽ അബ്ദുൾ ഗഫൂർ ചമ്മന്നൂർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രസിഡന്റ് ഹസൻ ഫൈസി, ജനറൽ സെക്രട്ടറി നവാസ് റഹ്മാനി, പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷ്റഫ് മൗലവി, അബ്ദുറഹ്മാൻ ഷിഹാമി എന്നിവർ യാത്രാ അംഗങ്ങളായി. കല്ലിങ്ങൽ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ സമാപിച്ച റാലിക്ക് സ്വാലിഹ് അൻവരി ചേകനൂർ സമസ്ത ശതാബ്ദി സന്ദേശം നൽകി. ഫൈസൽ റഹ്മാനി തുടങ്ങി റേഞ്ചിലെ വിവിധ മദ്രസകളിലെ അധ്യാപകരും പങ്കെടുത്തു. കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി കരോൾ സംഘത്തിന് കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പ് സെന്ററിൽ സ്വീകരണം നൽകി. ഫെലോഷിപ്പ് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ എന്നിവരും ഫെലോഷിപ്പ് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് കരോളിനെ സ്വീകരിച്ചു. സാന്താക്ലോസിന്റെ അകമ്പടിയോടെ എത്തിയ കരോൾ സംഘം ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. പള്ളി വികാരി ഫാദർ അപ്രം അന്തിക്കാട് ക്രിസ്മസ് സന്ദേശം നൽകി. മധുര വിതരണവും നടത്തി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 35ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. YMCA ഹാളിൽ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം മുൻ കുന്നംകുളം നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും AKM HSS പൂച്ചട്ടി സ്കൂളിലെ വിമുക്തി ക്ലബിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചാലക്കുടി ഡി അഡിക്ഷൻ സെന്റർ സന്ദർശിച്ചു. കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾ അവിടുത്തെ ലൈബ്രറിയിലേക്ക് നൽകുന്നതിനായി സീനിയർ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ പീറ്റർ കിണച്ചിങ്കലിന് കൈമാറി. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെടുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് മയക്കുമരുന്നിനെതിരെ സമൂഹത്തിൽ കുട്ടികൾ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. പ്രധാന അധ്യാപിക PB ബബിത, മുൻ അധ്യാപകരായ PK അന്നമ്മ, മോളി ടീച്ചർ, വിമുക്തി കോർഡിനേറ്റർ ബിന്ദു വി, സന്ധ്യ രാഘവൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,210 രൂപ, പവന് 97,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 203 രൂപ. ചരമം അക്കിക്കാവ് പൂങ്കാവനം സ്വദേശിയായ കുഴങ്ങിൽ പീടികയിൽ അബു നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടത്തി. എരുമപ്പെട്ടി ചിറമൽ ഒല്ലൂക്കാരൻ പരേതനായ ജോസഫിന്റെ മകൻ ഡെന്നി നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം 4:30 എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ നടത്തി. സെലീന മാതാവും ടെസി, ഷൈനി എന്നിവർ സഹോദരങ്ങളുമാണ്. കാവീട് പരേതനായ വെള്ളറ കുര്യാക്കു ഭാര്യ മേരി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജെയിംസ്, പരേതനായ ജോൺസൺ, പരേതനായ തോമസ്, ലില്ലി, വിൻസെന്റ്, സോഫി എന്നിവർ മക്കളാണ്. പെങ്ങാമുക്ക് കരിച്ചാൽ റോഡിൽ താമസിക്കുന്ന കേശവത്ത് വീട്ടിൽ പരേതനായ കുഞ്ഞുണ്ണി മകൻ രാമചന്ദ്രൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാരദയാണ് ഭാര്യ. രാജേഷ്, രതീഷ്, രമേശ് എന്നിവർ മക്കളാണ്. പാറന്നൂർ അന്തിക്കാട്ട് പരേതനായ പൊറിഞ്ചുകുട്ടി ഭാര്യ ഏലിയ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടത്തി. ആനി, ജെയിംസ്, ജോയ്, ആന്റോ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വോട്ടിംഗ് മെഷീനുകൾ കനത്ത പോലീസ് സുരക്ഷയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. വോട്ടെണ്ണലിന്റെ തത്സമയ വാർത്തകൾ രാവിലെ 8 മണി മുതൽ CCTV. പുന്നയൂർ പഞ്ചായത്ത് മുൻ വനിതാ മെമ്പർക്ക് നേരെയും CPM പ്രവർത്തകരുടെ വീടിന് നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. സംഭവത്തിൽ 2 UDF പ്രവർത്തകർ അറസ്റ്റിൽ. നോർത്ത് പുന്നയൂർ പുളിക്കപ്പറമ്പിൽ അസീസ്, അത്താണിക്കൽ അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയറ്റ് അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ നടക്കുക ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ. കുചേലൻ സതീർത്ഥിനെ അവിൽപ്പൊതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.